ഹായ്, ഈ ഒരു വർഷം കൊറിയയിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു എക്സ്ഹ്യൂമ എന്നുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ ഒരു കൊറിയൻ അമേരിക്കൻ ഫാമിലി, അവരുടെ കുടുംബത്തിൽ ഒരു വിഷയമൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൻലി പറയേണ്ടത് അവിടെ ജനിച്ച ഒരു കുട്ടിക്ക് സുഖമില്ല, അല്ലെങ്കിൽ എന്തോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ചിത്രത്തിലെ നായികയുടെ പേര് എന്നുള്ളത് ഹാറീം എന്നുള്ളതാണ്. എന്തായാലും അവളെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്, ആ ഒരു ഫാമിലിയിലേക്ക്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളൊരു മന്ത്രവാദിനിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും പ്രശ്നങ്ങളൊക്കെ വീടിനുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അവളെ ആ ഒരു അമേരിക്കൻ ഫാമിലി അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ നായികയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കുടുംബത്തിലെ ഒരു പൂർവികന്, അതായത് ഈ കുടുംബത്തിലെ ഒരു മുത്തച്ഛന് എന്തോ കുറച്ച് പ്രതികാര മനോഭാവമൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഈ കുട്ടിയൊക്കെ അനുഭവിക്കുന്നതെന്ന് മനസ്സിലായി. തുടർന്നൊരു പരിഹാരം എന്നുള്ളത് ഈ മുത്തച്ഛനെ അടക്കം ചെയ്ത കല്ലറ മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ നായകൻ്റെ സഹായം തേടുകയാണ്. നായകൻ്റെ പേര് എന്നുള്ളത് സോങ് ഡിയോക്ക് എന്നുള്ളതാണ്. സാങ് ഡിയോക്ക് ചോയ് മിൻസിക്കാണ് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ ചിത്രം കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഇപ്പം ഈ ഒരു സിനിമയെ പറ്റി പറയേണ്ടത്, നമ്മളിപ്പോൾ സ്ഥിരം കാണുന്ന ടൈപ്പ് ഒരു ഹൊറർ സിനിമയാണെന്ന് ഇത് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയെത്തുന്നു, അവിടെ എന്തോ പ്രേതശല്യം അങ്ങനെയുള്ള സെറ്റപ്പ് അല്ല. അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും പള്ളിയിലച്ഛനോ അല്ലെങ്കിൽ ഇതുപോലുള്ള മന്ത്രവാദിനികളൊക്കെ വന്നിട്ട് ഒഴിപ്പിക്കുന്നു, അങ്ങനെയുള്ള സെറ്റപ്പ് അല്ല. അതുപോലെ എക്സോസിസം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. മറിച്ച് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ആ ഒരു നാട് അല്ലെങ്കിൽ കൊറിയ എന്നുള്ള ആ ഒരു പ്രദേശം, അവിടുത്തെ ഒരു ഗ്രാമം, ആ ഒരു ഗ്രാമത്തിലെ ചില ആചാര അനുഷ്ഠാനങ്ങൾ, പിന്നെ എന്താണ് ആ ഒരു കൾച്ചറൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഞാൻ എന്താണ് പറഞ്ഞു വന്നതെന്ന് മനസ്സിലായി കാണും. നമ്മൾ ഇതിനു മുമ്പും പരിചയപ്പെടുത്തിയിട്ടുള്ള ദ വെയിലിംഗ് എന്നൊക്കെ പറയുന്ന സിനിമയുടെ സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ, ദ വെയിലിംഗ് ഒരു ഹൊറർ സിനിമയാണ്. ആ സിനിമ നമ്മളെ പക്ക എൻഗേജിങ് ആക്കുന്നത് ആ സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ആംബിയൻസ് എന്നുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നല്ല രീതിയിൽ ഒരു ഹൊറർ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വലിയ ക്ലീഷേ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ നാട് അല്ലെങ്കിൽ കാട്, അതിൻ്റെ പരിസരമൊക്കെ വെച്ചിട്ട് ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ അവരുടെ കൾച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം പ്രേക്ഷകരെ എൻഗേജിങ് ആക്കാൻ വേണ്ടി കഥയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. കൂടാതെ പ്രകടനങ്ങൾ എന്നുള്ളൊരു കാര്യം എടുത്തു പറയണം. ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, വിരലിലെണ്ണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളുള്ളൂ. എസ്പെഷ്യലി പറയേണ്ടത് നായകനായിട്ടെത്തുന്ന ചോയ് മിൻസിക്കാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ട. കൊറിയൻ സിനിമ പ്രേമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കിടിലൻ പ്രകടനം നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണാം. അതുപോലെ തന്നെ കിം ഗോയോൺ എന്ന് പറയുന്ന ആക്ട്രസ്സാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ആ ഒരു മന്ത്രവാദിനിയായിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ലക്കി എന്നൊക്കെ പറയുന്ന സിനിമയിലൂടെ നമുക്ക് സുപരിചിതനായിട്ടുള്ള യോ ഹായ് ജിൻ ഈ ഒരു സിനിമയ്ക്കുള്ളുണ്ട്. പുള്ളിയുടെയും കിടിലൻ പ്രകടനമാണ്. അതിൽ ലീ ഡോ ഹ്യൂ എന്ന് പറയുന്ന ആക്ടറുണ്ട്. അദ്ദേഹവും കിടിലനായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ പെർഫോമേഴ്സിൻ്റെ ആ പ്രകടനം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അടിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത് നടന്മാരുടെ ആ ഒരു പ്രകടനം കൊണ്ടാണ്. ഓക്കെ, ആ ത്രില്ലിംഗ് പരിസരം കൂടുതലായിട്ട് എലിവേറ്റ് ചെയ്യുന്ന ഇവരുടെ പ്രകടനത്തിലൂടെയാണ്. തീർച്ചയായിട്ടും അവർ ക്ലാർപ്പ് അർഹിക്കുന്നുണ്ട്. അത്രത്തോളം മികച്ച പ്രകടനമാണ് സിനിമയ്ക്കുള്ളിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നീട് പറയേണ്ടത് സിനിമയുടെ ടെക്നിക്കൽ സപ്പോർട്ടാണ് പറയേണ്ടത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ലേ, സിനിമയുടെ ഒരു നല്ല വശം എന്നുള്ളത് സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ആംബിയൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു നൈറ്റൊക്കെ ഒരു ഹോം തിയേറ്ററോ ഹെഡ്സെറ്റൊക്കെ കുത്തിയിരുന്ന് കാണാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം പേടിക്കുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കുറേ മൊമെൻറ്റ്സ് നൽകും, പേടിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ജംസ്കെയർസ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന കുറച്ച് സ്പൂക്കി ടൈപ്പിലുള്ള കുറേ മൊമെൻറ്റ്സ് സിനിമ നൽകുന്നുണ്ട്. പ്രധാനമായിട്ട് പറയേണ്ടത് ഒന്ന് സിനിമയുടെ സിനിമാറ്റോഗ്രഫി കാഴ്ച, രണ്ട് സൗണ്ട് എന്നുള്ളൊരു കാര്യമാണ്. രണ്ടും കൂടി നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ കുറേ നല്ല മുഹൂർത്തങ്ങൾ, അല്ലെങ്കിൽ ഹൊറർ ത്രില്ലർ സിനിമ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അവനെ ഇഷ്ടപ്പെടുത്തുന്ന കുറേ മൊമെൻറ്റ്സ് ഈ രണ്ട് എലമെൻറ്റ്സിലൂടെ കിട്ടുന്നതായിരിക്കും. കൂടാതെ ചിത്രത്തിൻ്റെ VFX വർക്കുകളാകട്ടെ, എഡിറ്റിംഗ് വർക്കാകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു ഹൊറർ സിനിമ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഞാൻ പിന്നെ ആദ്യമേ ദ വെയിലിംഗും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു ലെവലിലുള്ള സിനിമയാണെന്ന് ഓർത്ത് പോകരുത്. ആ ഒരു ലെവലിലൊന്നും എത്തിയിട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് അതുപോലെ തന്നെ അത്യാവശ്യം എൻജോയ് ചെയ്തിരുന്ന് കാണാൻ സാധിക്കുന്ന മറ്റൊരു സിനിമ എന്ന് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ട് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൊറർ സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ വലിയ സെക്ഷൽ കണ്ടൻറ്റ്, ന്യൂഡിറ്റി ഉണ്ടെന്നൊന്നും പറയുന്നില്ല, മറിച്ച് വയലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ പേടിപ്പെടുത്തുന്ന കുറച്ച് സംഭവങ്ങൾ എന്തായാലും സിനിമയ്ക്കുള്ളിലുണ്ടാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ സിനിമ ഏത് പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ടെലിഗ്രാമിലൂടെയാണ് കണ്ടത്. ആ കണ്ട പ്രിൻറ്റും സബ് ടൈറ്റിലും ഒക്കെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തേക്കാം. അപ്പം ഈ ഒരു സിനിമയ്ക്ക് 7 out of 10 ആണ് നൽകുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ടാറ്റ.